ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ്. ഫാമിലി ടൈൽസ് ഇനി മറ്റൊരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പം ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് മങ്കട കൂട്ടിൽ ആ ഒരു ഭാഗത്താണുള്ളതെന്ന് നമ്മൾ മുൻ വീഡിയോകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഒരുപാട് അടിപൊളിയായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്ഥലങ്ങൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലിപ്പോൾ നോമ്പ് കാലമാണ്. നോമ്പ് കാലത്ത് ഇനിയിപ്പോൾ ഭക്ഷണത്തിൻ്റെ വീഡിയോസ് ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ നല്ല നല്ല സൗന്ദര്യമുള്ള, അതായത് നല്ല പ്രകൃതി മനോഹരമായ സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഹിഡൻ സ്പോട്ടുകളുണ്ടല്ലേ, വളരെ മനോഹരമായ ഹിഡൻ സ്പോട്ടുകൾ. അവിടെ പോയി ഇരിക്കാനും കാറ്റ് കൊള്ളാനും അങ്ങനെ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കുരങ്ങന്മാരുടെ ഒരു കൂട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഒച്ചയും വിളിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കേൾക്കാം. അപ്പോൾ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്. പിന്നെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് എത്ര മനോഹരമായ സ്ഥലമാണെങ്കിലും അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിരിക്കുമല്ലോ. പിന്നെ വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്ന സ്ഥലം, അങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ ആ ഒരു മനോഹാരിതയുടെ ഒരു ഫലവും ഇല്ലാതാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ഒരു സ്ഥലം തന്നെയാണ് ഇതും. ഇവിടെയും ഒരു കോറി പോലുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെ ഒരുപാട് വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളിയിട്ടിട്ടുണ്ട്. പക്ഷെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ വർക്കിൻ്റെ ഭാഗമായിട്ട് വന്നതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഈവനിങ് സമയത്താണ് ഇവിടെ എത്തിയത്. ഞങ്ങൾ വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വണ്ടിയിലിരുന്ന് ചെയ്യുന്നത് കഴിഞ്ഞതിന് ശേഷം ഒന്നിങ്ങനെ മൂത്രമൊഴിക്കാനൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ കുരങ്ങന്മാരുടെ ഈ കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കണ്ടതാണ്. ആ തെങ്ങിൻ്റെ മണ്ടയിൽ കുരങ്ങുണ്ട് കേട്ടോ. കുരങ്ങും കുട്ടികളൊരു ഫാമിലിയാണ് തോന്നുന്നു. അവർ ആ തെങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് കരിക്കും അല്ലാത്ത മച്ചിങ്ങയും ഒക്കെ പറിച്ച് തിന്ന് കഴിച്ച് കുത്തിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ ആ ഒരു കർഷകർക്കൊക്കെ. നാട്ടിലാണിപ്പോൾ ഇതൊരു മല പോലുള്ള സ്ഥലമാണ്, ഫോറസ്റ്റ് ഏരിയ ഒന്നല്ല. എങ്കിലും അവരുടെ വന്യമൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും ആന അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ നമ്മൾ നാട്ടിൽ വളരെ ഫേമസ് ആയിട്ട് അറിയുള്ളൂ. പക്ഷേ ഇത്തരം ചെറിയ ജീവികളെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ശല്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ സുന്ദരമായൊരു ഏരിയയാണ്, നല്ല റോഡുമാണ്. അപ്പോൾ ഇത് നമ്മുടെ മങ്കട നിന്ന് കൂട്ടിൽ വഴി വലമ്പൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്. വീണ്ടും അതിൽ കൂടി കയറി വരുമ്പോഴുള്ള ഒരു ഏരിയയാണ്. വളരെ മനോഹരമായൊരു ഏരിയയാണ്. പിന്നെ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്, വീടുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മനോഹരമായ സ്ഥലമാണ്. പിന്നെ ഞാനിവിടെ ഇങ്ങനെ നിന്നത് ചെയ്തപ്പോൾ, ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആലോചിച്ചത്, ഇത്രയും വിജനമായ സ്ഥലത്ത് രാവിലെ ഏർലി മോർണിംഗ് ഈ റബ്ബർ വെട്ടാൻ വരുന്ന ആളുകളെ കുറിച്ചാണ്. എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും ഒറ്റയ്ക്കൊക്കെ വന്ന്. ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും ഇത്രയും വലിയൊരു തോട്ടം വെട്ടുന്നത് അല്ലേ. എന്ത് റിസ്ക്കാണ്, എത്രത്തോളം അപകടകരമായ ഒരു ജോലിയാണല്ലേ അവരുടേത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറാനുള്ളൊരു ഷെഡാണ് ഇപ്പോൾ നിങ്ങളവിടെ നീല കളറിൽ കണ്ടത്. കുരങ്ങന്മാരവിടെ നല്ല പരിപാടിയില്ലാട്ടോ. അവരെന്തോ ഒരു കായൊക്കെ ഉള്ളൊരു പൊടുവണി അങ്ങനെ എന്തോ ഉണ്ട്. അതിൽ കുറച്ച് സംഭവങ്ങൾ എന്തൊക്കെയുണ്ട്, അതൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അവരവിടെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നറിയില്ല. എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇത്തരം കാഴ്ചകളുമായിട്ട് ഇനിയും വരാം. നോമ്പ് കാലത്ത് ഭക്ഷണ കാഴ്ചകൾ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് നോമ്പുള്ള ആളുകളായിരിക്കും. അപ്പോൾ നോമ്പുള്ള ആളുകൾക്കൊക്കെ കാണാൻ പറ്റുന്ന വീഡിയോകളാണ് ഞാൻ ഈ ഒരു മാസം ലക്ഷ്യമിട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളൊരു അപേക്ഷ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ വയ്ക്കുകയാണ്. അപ്പോൾ ഇത്തരം നല്ല സ്പോട്ടുകൾ, നമുക്ക് ജോലി സ്ഥലത്ത് ജോലി തടസ്സപ്പെടാത്ത രീതിയിൽ കാണുന്ന ഇത്തരം സ്പോട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ഈ റോഡൊക്കെ ആദ്യം വളരെ പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല മനോഹരമായിട്ട് ടാറിങ് ഉണ്ട്. അതേപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്ത ഏരിയയൊക്കെയാണ് ചില ഭാഗത്ത്. വളരെ മനോഹരമായ റോഡും പിന്നെ അതിലൂടെ ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല രസകരമായ അനുഭവമാണ് കേട്ടോ. കാരണം ചുരം പോലെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള റോഡുകളാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത്. ഈ ഭാഗത്തൊക്കെ റോഡുകൾ ഏകദേശം എല്ലാതും അടിപൊളിയാണ്. വലമ്പൂർ മാത്രം കുറച്ചൊരു ഏരിയ നന്നാക്കി കൊണ്ടിരിക്കുകയാണ്, ടാറിങ് ചെയ്യാനുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അതിമനോഹരമാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഇനി വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. കാണാൻ മറക്കരുത്.